വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയായ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിന് തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനായി ആദ്യം തന്നെ ഒരു കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഒരു 6 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇത് കുക്കറിലിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുക്കുക. അതിലുള്ള വെള്ളം കൂടി ചേർത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ചെടുത്ത ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. പശുവിൻ പാലാണ് എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.